ഹായ് സുഹൃത്തുക്കളെ, ഒരു അറിവും ചെറുതല്ല. ഇന്നൊരു കൗണ്ടർ വാഷ് ബേസിനും ഒരു വാൾ മിക്സറും ഫിറ്റ് ചെയ്യുന്നതാണ്. ഇത് സാധാ ഒരു വാഷ് ബേസിൻ്റെ പോയിന്റ് ആയിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും വേണ്ടിയിട്ട്, അതായത് ഹോട്ട് ആൻഡ് കൂള് ഒറ്റ ലൈനേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ഒറ്റ ലൈനേ ഉള്ളൂ കിട്ടിയത്, അത് ആദ്യമുള്ള പോയിന്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് രണ്ട് ലെഗിലേക്കും ഒരേ പോയിന്റിന് തന്നെ കണക്ട് ചെയ്തിട്ട് കൺസീൽഡ് പാർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഫിറ്റിങ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു അളവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ചെയ്ത അളവാണ് ഇത്. കൗണ്ടർ ബേസൻ ആയതുകൊണ്ട് തന്നെ ടൈൽസിൻ്റെ ആളുകളാണ് അത് ആ കൗണ്ടർ വാഷ് ബേസിനും ആ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 85 ടോപ്പ് കിട്ടുന്ന ലെവലിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ലാബിൻ്റെ ടോപ്പ് അവർ 85 ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നമുക്കൊരു 50 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ട് ഈ ഒരു ഏരിയ ഇനിയിപ്പോൾ 15, 18 20ൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. പിന്നെ ഇതിന് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ പാർട്ടുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അതൊന്നും വലിയ കുഴപ്പമുള്ള കേസൊന്നുമല്ല. ഇതിൽ ലെഫ്റ്റോ റൈറ്റോ എന്നുള്ള പ്രശ്നം ഉണ്ടാവും. ഇത് ബാത്റൂം ആകുമ്പോൾ നമ്മൾ വലത് സൈഡിൽ തന്നെ, അതായത് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത് ഡൈനിങ്ങിലാണ് ഈ വാഷ് ബേസിൻ്റെ ഈ വാൾ മിക്സർ ഫിറ്റ് ചെയ്യുന്ന, അല്ലെ വാൾ മൗണ്ട് ഫിറ്റ് ചെയ്യുന്ന പില്ലർക്കൊക്കെ എങ്കിൽ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരിക. അതായത് നമ്മൾ ഇടത്ത് കൈ ഉപയോഗിച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കണം ഈ മെറ്റീരിയലുകൾ കൺസീൽഡ് പാർട്ടായാലും അതിൻ്റെ പുറത്ത് വരുന്ന അതിൻ്റെ ബോഡികളാണെങ്കിലും ഒക്കെ നമ്മൾ മേടിക്കേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അളവ്, ഒന്ന് നമ്മൾ ലെഫ്റ്റോ റൈറ്റോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വേറെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഓരോരോ ഫിറ്റിങ്സും നമ്മൾ അതിൻ്റെ ലെഗുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കത് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കറക്റ്റ് പ്ലേറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പില്ലർ കോക്കും സെറ്റ് ചെയ്ത് ലീക്കൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മളെ വർക്ക് ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഒരറിവും ചെറുതല്ല.